ഹായ് ഹലോ. ഇന്ന് നമ്മളപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിനെയാണ് കേട്ടോ. അപ്പോൾ താഴത്തെ അമ്പലം ഇതാണ്, നമ്മുടെ താഴത്തെ അമ്പലമാണ് കേട്ടോ. താഴത്തെ അമ്പലത്തിൽ ശിവനും അയ്യപ്പനും ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. കുളത്തിൽ നിറച്ച് വെള്ളമില്ല, എന്നാലും വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പോൾ നിറയെ പടികളൊക്കെ, ഇത് മേൽക്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മേൽക്കോട്ടയിലേക്ക് പോയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിലേക്ക് കയറിപ്പോവാം. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കേട്ടോ. മേൽക്കോട്ടയിലേക്കും താഴത്തെ കോട്ടയിലിൻ്റെ ഫ്രണ്ട് ഭാഗത്തു കൂടെ നമ്മൾ പോകുന്നില്ല, അതായത് അതിൻ്റെ ബാക്ക് വശത്ത് കൂടെയാണ് കേട്ടോ പോകുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതാണ് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് കൂടെയാണ് പോകുക. അതായത് ഇത് നമ്മൾ മേൽക്കോട്ടയിലേക്കുള്ള വഴിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള അയ്യപ്പനും ശിവനും ഉള്ള അമ്പലം കേട്ടോ. ഇത് നമ്മുടെ ആ വേദക്കുട്ടിയാണ്. വേദക്കുട്ടി ഇന്ന് ഫുള്ള് തലയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ മേക്കോട്ട എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതുപോലെ വിശാലമായി വലിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങൾ. ഇവിടെയാണ് നമ്മൾ വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മേക്കോട്ട ഭഗവതിൻ്റെ ഇതിന് അന്നത്തെ ദിവസം, അതായത് ഉത്സവത്തിൻ്റെ അന്ന് നമ്മൾക്ക് പുലർച്ചെ 3 മണിക്കൊക്കെ ഇവിടെ ഗംഭീര വെടിക്കെട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇടത് സൈഡിൽ ഇവിടെയൊക്കെ നമ്മൾ ഇരുന്ന് കാണുക ചെയ്യുക. വലത് സൈഡിലേക്ക് നമുക്ക് അലൗഡ് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു പറമ്പിൽ മൊത്തം അവിടെ പൊട്ടിക്കലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വേദക്കുട്ടി അച്ചമ്മയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 3 കൂടിയാണ് ഇന്നിപ്പോൾ ഗുരുതി തൊഴാൻ പോയതാണ് കേട്ടോ. കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട്. ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ആയിട്ടുണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഗുരുതി തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ കേട്ടോ. വേദക്കുട്ടി കുറച്ച് ഓടും, എന്നിട്ട് അവിടെ പോയിട്ട് ക്ഷീണിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ഇതിലൊക്കെ കുറച്ച് ഓടും, എന്നിട്ട് അച്ഛമ്മ പറഞ്ഞാൽ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തോ നീ എന്നൊക്കെ പറഞ്ഞ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവിടെ ഇരുന്ന് നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഇങ്ങനെ പരന്ന സ്ഥലം ഉണ്ടാവും. അങ്ങനെയാണ് ഈ കാണുന്നതാണ് മേക്കോട്ട ഭഗവതിയുടെ. ഇതിൻ്റെ ബാക്ക് വശത്ത് നല്ല വ്യൂവും നല്ല അടിപൊളി കാഴ്ചകളുമാണ്. പക്ഷേ എനിക്ക് ബാക്ക് വശം എടുക്കാൻ കഴിഞ്ഞില്ല, വൈകുന്നേരം ആയതുകൊണ്ടും നമുക്ക് താഴത്തെ കോട്ടയിൽ ദീപാരാധന കാണാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം അമ്പലത്തിൽ പോയി വരികയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ നല്ല ഭംഗിയിൽ കാണും. അതുപോലെ തന്നെ പുഴയും കടയും ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പുഴയും കടലും കൂടെ സംഗമിക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാനൊക്കെ കഴിയും. അത്രയും നല്ല വ്യൂ ആണ്. ഞാൻ വേറെ ഏതോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കുരങ്ങനെ തിന്നാൻ കൊടുക്കണം. ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് തിന്നാൻ കൊടുക്കണ ഒരിതാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും താഴത്തെ കോട്ടയിൽ വന്നു. അപ്പോൾ താഴത്തെ കോട്ടയിൽ വന്ന് നമ്മൾ തൊഴുതലൊക്കെ കഴിഞ്ഞ് ദീപാരാധന സമയമാണ്. അപ്പോഴായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുതിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, സീ യു.